ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ രാത്രിയായപ്പോൾ മീൻ കഴിക്കാൻ തോന്നി. അങ്ങനെ മീൻ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ പോകുന്നത്. വണ്ടിയിൽ ചെറിയ പാട്ടൊക്കെ ഇട്ട് അതെല്ലാം കേട്ട് പോവുക. രാത്രിയായി. അന്നേരം അവിടെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണും. പിന്നെ മീൻ വാങ്ങുന്ന അവിടെ എത്തിയപ്പോഴത്തേന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അന്നേരം പിന്നെ തിരിച്ചു വരുന്ന വീഡിയോ എടുത്തു. നല്ല രസമായിരുന്നു അമ്പിളിമാമനെ കാണാൻ. അങ്ങനെ അമ്പിളിമാമൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് കാണാൻ പറ്റുമോ നോക്കണേ. ഞങ്ങൾ മീനെല്ലാം വാങ്ങിച്ച് തിരിച്ചു വന്നു. തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. മീൻ അമ്മയുടെ കയ്യിൽ കൊടുത്തു. പേരറിയില്ല കേട്ടോ ഈ മീനിൻ്റെ. എന്തെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാട്ടെല്ലാം കേട്ട് ഞങ്ങളുടെ വഴിയിൽ കൂടെ ഞങ്ങൾ പോവാണ്. മീൻ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് അമ്മ കഴുകി വൃത്തിയാക്കി തേങ്ങ തിരുമ്മി, ഹസ്ബൻഡാണ് തേങ്ങ തിരുമ്മുന്നത്. തേങ്ങയെല്ലാം തിരുമ്മി കുഴമ്പൊടി വെള്ളത്തിലിട്ട്, പിന്നെ ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം അരിഞ്ഞ് വെച്ചു. പിന്നെ തേങ്ങയ്ക്ക് ആവശ്യമുള്ള തേങ്ങ, ചെറുള്ളി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇതെല്ലാം കൂടെ മിക്സിയിൽ അരച്ചു. പിന്നെ മീനെല്ലാം വൃത്തിയാക്കി കഴുകി വെച്ചു. പിന്നെ നല്ല ചീൻചട്ടി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് അപ്പോഴത്തേന് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, കയ്യിലെല്ലാം വീണ്. അങ്ങനെ ഇട്ട് പിന്നെ പച്ചമുളക് നമ്മൾ അരിഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് നല്ലോണം വേവിച്ചെടുത്തു. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ അത് നല്ല ചൂടാക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല കുറച്ച് മൂപ്പിച്ചെടുക്കണം. പച്ചമണം മാറണം. പിന്നെ കറിവേപ്പില ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. അമ്മയാണ് കറി വെക്കുന്നത്. നല്ലോണം ഇളക്കി കൊടുക്കണം. എന്നിട്ട് മുളക് പൊടി, അടുത്ത മുളക് പൊടിയാണ്. നമുക്ക് ആവശ്യമനുസരിച്ച് മുളക് പൊടി ഇടാം. എന്തായാലും നമ്മൾ തേങ്ങ അരച്ചല്ലേ കറി വെക്കണം, അപ്പോൾ ഒരു നിറം കിട്ടാൻ വേണ്ടി, പിന്നെ എരിയും കിട്ടാൻ വേണ്ടി. പിന്നെ മല്ലിപ്പൊടി ഇട്ട് നല്ലോണം ഇളക്കി പച്ചമണം മാറുന്നത് വരെ നല്ല മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഉലുവയാണെങ്കിൽ ഇപ്പോഴാണ് ചേർക്കുന്നത്. ആദ്യം ഇടാൻ വേണ്ടി മറന്നുപോയി. എന്ത് സമയമാണെങ്കിൽ ഒരു 10 മണിയായി കാണും കേട്ടോ. അതുകൊണ്ട് വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും കിടന്ന് അങ്ങനെ ടൈം ഒരുപാടായില്ല. അങ്ങനെ പിന്നെ ധൃതിയിൽ ഞങ്ങൾ കറി വെക്കുവാണ്. പിന്നെ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കുക കേട്ടോ. പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് മൂപ്പിച്ചെടുക്കുക. ഞങ്ങൾ വിറകടുപ്പിലാണ് മീൻ കറി വെക്കുന്നത്. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ലോണം അത് തിളപ്പിച്ചെടുക്കണം. ടൈമും കൂടെ ഒരുപാടായി, കിടക്കേണ്ട സമയമായിരുന്നു. അങ്ങനെ മൂപ്പിച്ചെടുത്ത് പുളിവെള്ളം ഒഴിച്ച് അത് ചൂടായിട്ട് എന്നിട്ട് അതൊന്ന് പച്ചമണം മാറുന്നുണ്ട് പിന്നെ തിളപ്പിക്കണേ. പിന്നെ മീനെടുത്തു. നമ്മൾ തേങ്ങ അരച്ച് വെച്ചില്ലേ, അത് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ആവശ്യമനുസരിച്ചുള്ള വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. തിളപ്പിക്കാൻ വെച്ച് നമുക്കാണെങ്കിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അത് തിളച്ച് വരുമ്പോൾ മീനെല്ലാം നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കണം. കയ്യിൽ വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ മീനെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. മീനെല്ലാം ഓരോന്ന് പറക്കിയിടുക. എല്ലാം ഇറക്കിയിട്ട് അതും ഒന്ന് സെറ്റായി ഒന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുവാണ്. അങ്ങനെ നമ്മൾ അടച്ച് വെച്ച് മീൻ കറി തിളയ്ക്കാൻ നേരം ഒന്നും കൂടെ ഒന്ന് ഇളക്കി വെച്ചിട്ട്, പിന്നെ നമ്മളാണെങ്കിൽ അതിന് മണ്ടയ്ക്ക് തക്കാളി എഴുതി വെച്ചില്ല, തക്കാളിയെല്ലാം ഇട്ട് സെറ്റ് ചെയ്ത്, പിന്നെ അതിന് മണ്ടയ്ക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ പറിച്ചിട്ട് നമ്മളിനി ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെക്കുമ്പോഴത്തേന് നല്ല തിളച്ച്, അവിടെ അടച്ച് വെച്ച് തുറന്നപ്പോഴത്തേന് നല്ല മണം വന്നു കേട്ടോ. നല്ല തിളച്ച് എല്ലാം ആ മീനകത്തോടെ എല്ലാം ചേർന്നത് നല്ല മണമായിരുന്നു. അങ്ങനെ എടുത്ത് ഞങ്ങൾ ചോറ് കഴിച്ചു. ചോറ്, മീൻകറി, ഇഞ്ചിക്കറി, അച്ചാറ്, തോരൻ, അവിയൽ ഇത്രയും കൂട്ടി ഞങ്ങൾ ചോറ് കഴിച്ചു. ഇതെല്ലാം നല്ല മീനായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാവരും നിന്ന് കറി വെച്ച് നോക്കണം. അമ്മയുടെ സ്പെഷ്യൽ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഫുഡ് കഴിക്കണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.